ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേമ്പിലയും ചക്കക്കുരുവും കൊണ്ടൊരു കറിയാണ്. അപ്പോൾ ലഞ്ചിന് ഇത് മാത്രം മതിയാവും, ചോറ് നന്നായിട്ട് തന്നെ കഴിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചേമ്പില നന്നാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചേമ്പില നന്നായിട്ട് തന്നെ നോക്കിയെടുക്കണം കേട്ടോ. പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി, ചേമ്പിലയും അതിൻ്റെ തണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ചേമ്പിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് മൂത്ത ഇലകളൊന്നും എടുക്കരുത്. ഇത് തളർത്ത് വരുന്ന ഇലകളാണ് ഇതിനെ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ചേമ്പിൻ്റെ തണ്ട് എന്താക്കണം, അതിലെ നാരെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. എല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസിൽ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചേമ്പില കൂടി അരിഞ്ഞെടുക്കാം. പുളിയിലയും തണ്ടും എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കക്കുരു എങ്ങനെയാണ് ഞാൻ നന്നാക്കുന്നതെന്ന് കാണിച്ചു തരാം. അമ്മിക്കുട്ടി കൊണ്ട് നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, ചക്കക്കുരു എടുത്ത് ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് കുറേ ചക്കക്കുരു ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് നന്നാക്കി കഴിയും കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചേമ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 10 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് എരിവിനാവശ്യമായ കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അടുപ്പിലോട്ടേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തീ നന്നായിട്ട് തന്നെ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മൂടി വെക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചേമ്പില ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ചേമ്പിലയും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചേമ്പിലൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടൈമിൽ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചീനച്ചട്ടി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് താളുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളുടെ താളുകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ലഞ്ചിന് നമുക്കിത് മാത്രം മതിയാവും ചോറുണ്ണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.